ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ. എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ വീഡിയോ കാണാൻ. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് രാവിലെ തന്നെ കണ്ടാലോ. രാവിലെ തന്നെ ഞാൻ മാവൊക്കെ എടുത്തു വെച്ച് എന്തുണ്ടാക്കണമെന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എൻ്റെ കൂടെ കൂട്ടിന് ജൂലിയും പിങ്കിയും കിച്ചണിലോട്ട് വരികയാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് എല്ലാം കുഴച്ച് ഇടിയപ്പം ഉണ്ടാക്കി. അപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല, എല്ലാവരും ഉറക്കമാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ വിചാരിച്ചു ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ കിഴങ്ങേറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കിഴങ്ങേറി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഇടിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിഴങ്ങേറിയും സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മക്കളെയൊക്കെ പോയി വിളിക്കണം. അപ്പോൾ ചായയൊക്കെ തിളപ്പിച്ച് ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. പിന്നെ ബാലൻസ് എല്ലാം എടുത്ത് വെച്ചിട്ട് മക്കളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് എഴുന്നേക്കാത്തത് കാരണം പിങ്കി പോയി വിളിക്കുകയാണ്. ഞാൻ പിങ്കിയോട് പറഞ്ഞു അക്കുനെ വിളിയെന്ന് പറയുന്നത് കാരണം അക്കുട്ടനെ ഇട്ട് ഇടങ്ങേറി ചെയ്യാണ് പിങ്കി കേട്ടോ. അങ്ങനെ ഒരുവിധം അക്കുട്ടനെ വിളിച്ച് ഉണർത്തി കിച്ചനെയും പിങ്കി വിളിച്ച് ഉണർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവരുമായിട്ട് കളിക്കുകയാണ് പിങ്കി ഇരുന്ന്. അങ്ങനെ പിന്നെ ജൂലി പോയിരുന്ന് ഇക്കയുടെ മടി കയറിയിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അക്കു കുറേ നേരം സിറ്റ് ഔട്ടിലൊക്കെ വന്ന് നിന്നു പിങ്കിയെ എടുത്തോണ്ട്. ഞാനും കുറേ നേരം സിറ്റ് ഔട്ടിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഇക്കായും കിച്ചും പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. ഇവർ റെസ്റ്റോറൻറ്റിൽ പോകണം. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും പോയതിന് ശേഷം അക്കു അമ്മു ഞാനും കൂടെ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഓരോ കഥകളൊക്കെ എന്നോട് പറയുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കുളിച്ചോണ്ട് പോകാം, നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജൂലി വെളിയിലോട്ട് നോക്കിയിരിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്നത് അക്കു അമ്മു ഒക്കെ ഇറങ്ങി പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവൾ ഇരിക്കുന്നതിനോട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്പൂൺസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ സ്പൂൺസിൽ ഇന്ന് കുറച്ച് ഡ്യൂട്ടി എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് കയറുകയാണ്. അപ്പോഴേക്കും കിച്ചു അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തു, കിച്ചു മാറി തന്നു. പിന്നെ ഞാൻ അവിടെ നിന്നൊരു ഷെയ്ക്കൊക്കെ കുടിച്ചു, ഓർഡർ ചെയ്തൊരു ഷെയ്ക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഞാനായിരുന്നു കൗണ്ടർ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് അതിനുശേഷം ഉച്ചയായപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു കേട്ടോ. നമ്മുടെ നാടൻ ഊണാണ്. അപ്പോൾ കുറച്ച് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ഇക്കായുമായിട്ട് പുറത്ത് വരുവാണ്. അപ്പോൾ കിച്ചുവിനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഇക്കായുമായിട്ട് പുറത്തോട്ട് വരികയാണ്. കാരണം നമ്മുടെ കടയിലത്തെ സോജണ്ണനും വൈഫിനും ഒരു കൂളർ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൂടെ വന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ. അതിന് തൊട്ടപ്പുറത്ത് പുതിയ GRT തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ കൂടെ വരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇക്കായും വന്ന് കൂളറൊക്കെ നല്ലത് നോക്കി സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ മൊബൈലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ അതിന് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് ഷോപ്പിൽ ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു, അക്കുനും അമ്മൂനും കിച്ചുവിനും ബാഗൊക്കെ വാങ്ങിക്കാൻ. അപ്പോഴേക്കും അക്കു എന്നെ കോൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിൽ കയറല്ലേ ഉമ്മി, ഈ ഷോപ്പിൽ വേണം വന്ന് കയറാൻ. കാരണം അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഈ ഷോപ്പിൽ നിന്ന് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസ് ആണ്, ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇക്കായും കൂടി ഇവിടെ വന്ന് കയറുകയാണ്. ലിഫ്റ്റ് വഴി കയറി മേളിലോട്ട് പോവുകയാണ് കേട്ടോ. ഈ ഷോപ്പിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എനിക്ക് ഈ ഷോപ്പ് അറിയില്ല, പക്ഷെ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. പക്ഷെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അക്കു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കയറിയത്. പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ബാഗ് ഉണ്ട്. പക്ഷേ റേറ്റ് 2000 മുതലാണ് ഇവിടെ റേറ്റ് സ്റ്റാർട്ടിങ് ഉള്ളത്. പക്ഷെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാഗ് നല്ല സ്ട്രോങ് ആണ്, പൊട്ടത്തില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് നട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അങ്ങനെ കുറേ കാഷ്യൂനട്ടും കിസ്മസും പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പക്ഷേ ഇത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ഇപ്പോഴാണ് ഇത് അറിയുന്നത് കേട്ടോ. അക്കു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തു ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഇഷ്ടമായി, കാരണം ഞാൻ ഈ ബാഗിൻ്റെ ഫോട്ടോ എടുത്തവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഷ്ടമായെന്ന് പറയാൻ. അങ്ങനെ ഇഷ്ടമായെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാക്കിലെല്ലാം എടുത്ത് വെച്ചിട്ട് ഫ്രണ്ടിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് വന്നാൽ മതി നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അക്കുനെ ഓണടിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഓടി ഇറങ്ങി വരികയാണ് കേട്ടോ താഴോട്ട്. അങ്ങനെ വന്ന് ബാഗൊക്കെ എടുത്ത് അവൻ്റെ കൊടുത്ത് ഭയങ്കര സന്തോഷമായി. അമ്മു അപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അമ്മു മുകളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബാഗും കൊണ്ട് പോവുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം അവൻ്റെ ഫ്രണ്ട് വാങ്ങിച്ച ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതിൻ്റെ സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ വീട്ടിൽ വന്നൊരു ഗസ്റ്റാണ് കേട്ടോ. ഇത് ആരാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇക്കാടെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ അച്ചാറ് സലാഡൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരുടെ സന്തോഷമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് ആര് വന്നാൽ നമ്മുടെ ചെന്നൈക്ക് വന്നാലും നമ്മൾ അവർക്ക് ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ നമ്മുടെ വീട്ടിൽ നമ്മൾ സൗകര്യം ഒരുക്കി കൊടുക്കുകയും അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആരാണെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പുകൾ ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ആരാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഇക്കാടെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന പരമാവധി നമ്മളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ. താങ്ക് യു.